എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ്, അത് ഫ്രണ്ട്സ്, ഫാമിലി, ലവ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ഇതൊരു പിക്ക് കാർഡായിരിക്കും. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ 3 പൈൽ കാണാം. നിങ്ങൾക്ക് അതിൽ ഏറ്റവും റെസനേറ്റ് ആവുന്ന ഒരു പൈൽ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 പൈലും കേൾക്കാം. അതിനിതൊരു കളക്റ്റീവ് റീഡിംഗ് ആയിരിക്കും, ടൈംലെസ് റീഡിംഗ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനാണോ, ഫാമിലിയാണോ, ഫ്രണ്ട്സിനാണോ, ലവിനാണോ, 3 വേണമെങ്കിലും 3ലും കേൾക്കാം. സോ ഓരോ പൈലിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ലവിനെ കുറിച്ചായിരിക്കും. സോ വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ പൈൽ ചൂസ് ചെയ്യാം. ഹലോ പൈൽ നമ്പർ 1, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഫസ്റ്റ് നമുക്ക് ലവ് വെച്ച് നോക്കാം, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ഫാമിലി, അങ്ങനെ നോക്കാം. ഓക്കെ, സോ എന്താണ് പൈൽ നമ്പർ 1 റിലേഷൻഷിപ്പ്, ലവ് റിലേഷൻഷിപ്സിൽ ഗോ ത്രൂ ചെയ്യണം. പൈൽ നമ്പർ 1 ലവ് റിലേഷൻഷിപ്സിൽ എന്താണ് നടക്കുന്നത്, എന്താണ് പൈൽ നമ്പർ 1 ലവ് റിലേഷൻഷിപ്സിൽ നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ത്രൂ ഫേസ് ഞാൻ കാണുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി ഒരു ബ്രേക്ക് ത്രൂ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഒരു കുറച്ച് ഐസൊലേഷൻ ഫേസ് കാണുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ ഈ ബ്രേക്ക് ത്രൂ ഫേസ് കാരണം നിങ്ങൾ വളരെയധികം ഇമോഷണലി ഓവർ തിങ്കിങ് സ്റ്റേജിലായിരിക്കും. രാത്രി ഉറക്കമില്ലായ്മ, കംപ്ലീറ്റ്ലി ഓവർ തിങ്കിങ് സ്റ്റേജിലാണ് എന്ത് നടക്കും എന്തില്ല എന്നുള്ളത്. ബട്ട് ഇതൊരു ബ്രേക്ക് ത്രൂ മൊമെൻ്റ് ആണ്, ഇത് നടക്കേണ്ടതാണ്. ബിക്കോസ് അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്ക് ത്രൂ വരുന്നത്, ഒരു സിറ്റുവേഷൻസ് വരുന്നത് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഈ ബ്രേക്ക് ത്രൂ, കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം. പൈൽ നമ്പർ 1 വൈ ഏസ് ഓഫ് സോർഡ്സ്, എന്തുകൊണ്ടായിരിക്കും ബ്രേക്ക് ത്രൂ വരാനുള്ള കാരണം. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്രേക്ക് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾ നെഗറ്റീവ്ലി ഓവർ തിങ്കിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് ബിലീഫ്സ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്സിൻ്റെ ചുറ്റും കൂടുതലും നെഗറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നെഗറ്റീവ് ഓവർ തിങ്കിങ്, നെഗറ്റീവ് സെൽഫ് ബിലീഫ്സ് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുകളായിരിക്കാം. നെഗറ്റീവ് സെൽഫ് ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ. ഇതിങ്ങനെയാണ്, ഇതങ്ങനെയാണ് എന്നുള്ള കുറേ അധികം ഫിയേഴ്സ്, ഡൗട്ടുകൾ, എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തോട്ട്സുകൾ, കൂടുതലിങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുക എന്ന് പറയില്ലേ, അതുപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുക ഓവർ തിങ്കിങ്ങിൽ. ഇതിൽ കാണുന്നവർ കുറേ പേര് ലീബ്ര ആയിരിക്കാം, എയർ സൈൻസ് ആയിരിക്കാം, ജെമിനി, ലീബ്ര, അക്വേറിയസ്, ധനു, തുലാരാശിക്കാരായിരിക്കാം കൂടുതലും. ആൻഡ് നിങ്ങൾക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആണ്. യു ഹാവ് ടു ട്രസ്റ്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കുറച്ച് ലവിലാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി കുറച്ച് ഇമ്മച്യൂരിറ്റി ആണ് കാണുന്നത്. ഇമ്മച്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ മേ ബി ഇമ്മച്യൂർ ആയിരിക്കാം. കറൻ്റ്ലി അവരധികം വലിയ ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് വാട്ട് യു നീഡ് ടു ഡു ഹിയർ ഇസ് യു നീഡ് ടു ട്രസ്റ്റ് യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്സിലാണെങ്കിൽ ഒരു പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പിലെ ബിഗിനിങ്സ് ആയിക്കഴിഞ്ഞാലും ആഗ്രഹിച്ച ഒരു ലൈഫാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ യെസ് കാർഡ്. ഈ കറണ്ട് ബ്രേക്ക് ത്രൂ മൊമെൻറ്റ് എന്ന് പറയുന്നത് സ്വയമായിട്ട് നിങ്ങൾ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന നെഗറ്റീവ് ബിലീഫ്സും നെഗറ്റീവ് തോട്ട്സിനും ഓവർ തിങ്കിങ്ങിനൊക്കെ ഒന്ന് പുറത്ത് വരാനുള്ള ടൈമാണ്. ബിക്കോസ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് കിട്ടുള്ളൂ. സോ വളരെയധികം ഈ ഓവർ തിങ്കിങ്ങിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ ഒരു പുതിയ ബിഗിനിങ് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഡിവൈൻലി ഗൈഡഡ് ആണ്. സോ നിങ്ങൾ ബ്ലോക്കായിന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അതിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തായിരിക്കും? പൈൽ നമ്പർ 1 ഗൈഡൻസ് ഫോർ ലവ്. നിങ്ങൾ ഹീൽ ചെയ്യണം. നിങ്ങൾ വളരെയധികം ഇമോഷണലി ബ്രോക്കൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓവർ തിങ്കിങ്, ഭയങ്കര അധികം
പെയിൻഫുൾ എന്തെങ്കിലും ഭയങ്കരധികം സെപ്പറേഷൻ ആയിരിക്കാം, വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസിൽ കൂടെ ആയിരിക്കാം പോയിക്കുണ്ടാവുക. സോ പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഹീൽ ചെയ്യണം, റെസ്റ്റ് ചെയ്യുക, എന്തായിരിക്കും റീസ്റ്റോർ ചെയ്യുക, എന്താ റിഫ്ലക്റ്റ് ചെയ്യുക, എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കൂടുതലും എയർ സൈൻസ് കാണാമെന്നുണ്ട്, തുലാരാശിക്കാർ കൂടുതൽ പ്രോമിനൻ്റ് ആയി നിൽക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾ സ്വന്തം ഹീൽ ചെയ്യുക എന്നുള്ളൊരു പീരീഡ് ഓഫ് ടൈമാണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങൾ ഹീൽ ചെയ്യാണ്ട് ഇപ്പോഴത്തെ കറണ്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹീൽ യുവർ സെൽഫ്. ഈ കെട്ടിപ്പൊട്ടിയിരിക്കുന്ന ഓവർ തിങ്കിങ്ങും വെച്ചിട്ട് നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ്സിൽ പോകാൻ പറ്റുമോ? ഇല്ല. സോ നിങ്ങൾ ആദ്യം നിങ്ങളെ ഹീൽ ചെയ്യുക. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ ആ ഒരു റീസ്റ്റോർ ചെയ്യുന്നതൊക്കെ ഈ ഓവർ തിങ്ങൊക്കെ സ്വന്തം മനസ്സിലാക്കാവോ, ഇതുകൊണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി തിരിച്ച് നിങ്ങളുടെ ട്രാക്കിലേക്ക് വരാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ, ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് നോക്കിയാലോ? നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ കറൻ്റ് ആലോചിക്കുന്നത്? അതിൻ്റെ മുന്നേ ടാരോ കാർഡ്സ് നോക്കാം. പൈൽ നമ്പർ 1, ലവ് റിലേഷൻഷിപ്പിലുള്ള അതർ പേഴ്സൺസ് എന്താണ്, വാട്ട് ദ പേഴ്സൺ ഇൻ ദെയർ മൈൻഡ്, അവരെന്താണ് ആലോചിക്കുന്നത്? നിങ്ങൾ വളരെയധികം പെട്ടെന്ന് എന്താ പറയുക, നിങ്ങൾ പെട്ടെന്ന് അധികം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുകളായിരിക്കും. സോ നിങ്ങളുടെ പേഴ്സൺ അത് നിങ്ങൾ വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ പേഴ്സണാണ്, വളരെയധികം ഒരു എനർജറ്റിക് കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അവർ നിങ്ങളെ വളരെയധികം അഡ്മയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ആലോചിക്കാതെ തീരുമാനം എടുത്തു ചാടി റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളക്കാരായിരിക്കും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ടോക്കറ്റിക് ആയിരിക്കും. പക്ഷേ പെട്ടെന്നൊരു കാര്യം ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി ചെയ്യുന്ന ആൾക്കാരുകളായിരിക്കാം. സോ ഇവിടെ ചെയ്യേണ്ടതും, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണ്, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്താണെന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ പറയണോ, അത് എന്തിൻ്റെ ബേസിസിലാണ്, ഇമോഷൻസിൻ്റെ ബേസിസിൽ മാത്രമാണോ പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാണോ പറയുന്നത് എന്നുള്ളത് കുറച്ച് നേരം ഒന്ന് ആലോചിച്ചൊരു ഇതായിട്ട് നമ്മൾ ആലോചിക്കാം. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു എനർജിയിലേക്ക് വരാൻ പറ്റും. നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് പേഴ്സണായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. കൂടുതലും ഫീമെയിലായിരിക്കാം, നിങ്ങളിൽ കാണുന്നവർ ഫീമെയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു മെയിലായിരിക്കാം. ഇത് എങ്ങനെയായാലും ഇവിടെ ജെൻഡർ ബേസിസ്ഡ് അല്ല, എനർജി ബേസിസ്ഡ് ആണ്. ആൻഡ് എന്താ പറയുക, കൂടുതലും നിങ്ങൾ വളരെയധികം ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് അവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം റെസ്റ്റ്ലെസ് ആയിട്ടാണ് നിങ്ങൾ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, സോ ആ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്തൊരു മൊമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എടുത്ത് ചാടി ഇമോഷൻസിൻ്റെ ബേസിസിൽ ചാടിക്കയറി പറയാണ്ട് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നോർമലി മനസ്സിലാക്കുക. ബിക്കോസ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബ്യൂട്ടിഫുൾ സക്സസ്, ലവിലൊരു സക്സസ്, ലവിലൊരു ബിഗിനിങ്സ്, ലവിലൊരു ബ്യൂട്ടിഫുൾ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ്സ്. ബിക്കോസ് ഇറ്റ്സ് നെക്സ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിലും സൺ എനർജിയാണ്, വൺ എനർജിയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് വരുന്നുണ്ട്. ആൻഡ് മോണോളജി കാർഡ്സ് നോക്കാം. പൈൽ നമ്പർ 1 ഫോർ ലവ് എന്തായിരിക്കും? File number 1, love. See, look at the bigger picture. ഇപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിലും ലോങ് ടേമിൽ ഞാൻ പറഞ്ഞില്ലേ ലീബ്ര, യു മസ്റ്റ് ബി ലീബ്ര. നിങ്ങൾക്ക് പുതിയ ഇതെങ്ങനെ ഈ കാർഡ്സ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും നോക്കി നോക്കൂ, നിങ്ങൾ തന്നെ നോക്കി നോക്കൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നവർ മിക്കവരും ലീബ്ര ആയിരിക്കും. ആൻഡ് ലീബ്ര കാർഡാണ് വന്നത്. ഞാൻ പറഞ്ഞു പുതിയ സൈക്കിൾ ബിഗിനിങ് ആവുന്നു. എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ലുക്ക് അറ്റ് ദ ബിഗ്ഗർ പിക്ചർ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനില്ല, ലുക്ക് അറ്റ് ദ ബിഗ്ഗർ പിക്ചർ. ബിക്കോസ് ബിഗ്ഗർ പിക്ചറിൽ നിങ്ങൾക്ക് വളരെയധികം ബ്യൂട്ടിഫുൾ ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് ഉണ്ട്. സോ ലുക്ക് അറ്റ് ദ ബിഗ്ഗർ പിക്ചർ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കാർഡ്സ് കൺഫർമേഷൻ. ക്ലെയിം ദിസ് എനർജി. ഓക്കെ, ലീബ്ര മിക്കപ്പോഴും ലീബ്രാസ് എയർ സൈൻസ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഷുവർ കാണുന്നവർ, എനിക്കറിയില്ല, ബട്ട് എനർജീസ് റെസനേറ്റ് ആവുന്നതനുസരിച്ച് എടുക്കുക. ഇനി നിങ്ങൾക്കുള്ള പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസും കൂടെ നോക്കാം. എന്തായിരിക്കും പൈൽ നമ്പർ 1 പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ്?
Messages for pile number 1 from their person. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. അവർക്ക് ഡിഫറെൻ്റ് ആവണം എന്നുണ്ട്, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വളരെയധികം എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കും ഇതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവുക. അവർ എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അവർക്ക് ഇമോഷൻസ് പറയുമ്പോൾ ഭയങ്കരധികം ഓവർവെൽം ചെയ്യുന്നതുകൊണ്ട് അവർ പിന്മാറി പോകുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് അത് ഇമോഷൻസ് അവർക്ക് വളരെയധികം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അവർ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ചില സമയത്ത് ദേ ഹാവ് ടു ലെറ്റ് യു ഗോ, ബിക്കോസ് അവർക്ക് എന്നാലേ അവരെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നൊന്ന് മാറി നിന്നാൽ അവർക്ക് തന്നെ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അവർക്ക് ഡിഫറെൻ്റ് ആവണമെന്നുണ്ട്, അവർക്കൊരു ഡിഫറെൻറ്റ് പേഴ്സൺ ആവണമെന്നുണ്ട്. ആൻഡ് അവർ ആലോചിക്കുന്നുണ്ട് അവർ കുറേ കാര്യങ്ങളിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഫോർഗീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ബട്ട് അവർക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ബട്ട് ഡെഫിനറ്റ്ലി ഇതിൽ നിന്നുള്ളൊരു നല്ലൊരു പോസിറ്റീവ് ബിഗിനിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനുള്ള എല്ലാ ബ്ലെസ്സിങ്സും തരുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലി എന്താണ് പൈൽ നമ്പർ 1 ഫാമിലി ലൈഫിൽ നടക്കുന്നത് നോക്കാം. പൈൽ നമ്പർ 1 ഫാമിലി ലൈഫിൽ എന്താ നടക്കുന്നത്, എന്താണ് ഫാമിലി ലൈഫ്? നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇമോഷണലി കുറച്ച് ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ് കാണുന്നത്. വളരെയധികം എന്താ പറയുക, സ്ലോ ആൻഡ് സ്റ്റഡി ലവ് ആണ്. ഓവർ ടൈം ബിൽഡ് ചെയ്യണ ലവ്, പക്ഷേ ഭയങ്കര അധികം നേർച്ചറിങ് ആയിരിക്കും. എനിക്ക് കാണുന്നത് നിങ്ങളുടെ മേ ബി ഫാദർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മദർ ഭയങ്കര നേർച്ചറിങ് ആയിരിക്കും, വളരെയധികം ലവ്വിങ് ആയിരിക്കും നിങ്ങളോട്. ആൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ലവ് ആണ്. ചില സമയത്ത് കാണും, ചില സമയത്ത് കാണില്ല, ബട്ട് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ലവ് ആണ്. ബട്ട് ഫാദറിൻ്റെ ഇമോഷൻസ് ആയാലും പാരൻസിൽ നിന്നുള്ള ഇമോഷൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ കാർഡാണ് കേട്ടോ. ഫാമിലി ലൈഫിൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല, വളരെയധികം മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയാണ്. നിങ്ങൾ വളരെയധികം ഫുൾഫിൽഡ് ആവുകയും ചെയ്യും. വെരി ബ്യൂട്ടിഫുൾ എനർജി ഫോർ പൈൽ നമ്പർ 1 ഫാമിലി. സോ അത്രയുള്ള, എനിക്ക് കൂടുതൽ കാർഡ്സ് എടുക്കാൻ തോന്നുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എനർജി. വേണമെങ്കിൽ ഒരു കൺഫർമേഷൻ കൂടെ എടുക്കാം. പൈൽ നമ്പർ 1 ഫാമിലി ആയിട്ട് എടുക്കാം. See, the Devil card, the 3 of Swords, the 10 of Swords, Empress, and ഈ 3 കാർഡ്സ് കണ്ടോ. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും കുറച്ച് പേർക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഫ്യൂച്ചർ എനർജി ആയിട്ട് എനിക്ക് മാറുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്, കുറച്ച് പാറ്റേൺസ്, എന്താ പറയുക, മേ ബി കൺട്രോളിങ് നേച്ചർ ആയിരിക്കാം കുറച്ച് പേർക്ക്. സോ ആ കൺട്രോളിങ് നേച്ചർ കാരണം നിങ്ങൾക്ക് വളരെയധികം കുറേ സിറ്റുവേഷൻസിൽ ഹേർട്ട്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇടപെടലുകളായിരിക്കാം. അതുകൊണ്ട് കുറേ കോൺഫ്ലിക്ട്സും കുറേ പെയിൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതിൽ നിന്നൊക്കെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ എന്താണ് ഇമാജിൻ ചെയ്തത് അത് നിങ്ങൾക്ക് റിയലായിട്ട് കിട്ടും. നിങ്ങളുടെ ആക്ഷൻസ് എന്താണ്, നിങ്ങൾ നല്ല ആക്ഷൻസ് ചെയ്യുക ആൻഡ് ബി ഹാപ്പി വിത്ത് യുവർ ആക്ഷൻസ്. എന്താണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാപ്പിനെസ്സും ഒരു സക്സസ്സും ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് നിങ്ങൾക്ക്
ഡെഫിനറ്റ്ലി ലഭിക്കുന്നതായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു മാറ്റം ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫാമിലി ലൈഫ് വരും. ആഗ്രഹിച്ച എന്താണെങ്കിലും ഫാമിലി ലൈഫിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ലവ് ആണോ, കെയറിങ് ആണോ, എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് ബി ഹാപ്പി. നിങ്ങൾക്ക് എന്ത് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് റിയലായിട്ട് നടത്താൻ പറ്റും. ഓക്കെ, ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. ഇനി ഫ്രണ്ട്ഷിപ്സിൽ എന്താണ് പൈൽ നമ്പർ 1? ഫ്രണ്ട്ഷിപ്സിൽ എന്താണ് നടക്കുന്നത്? ഫ്രണ്ട്ഷിപ്സ് ഫോർ പൈൽ നമ്പർ 1. ഫ്രണ്ട്ഷിപ്സിൽ കുറച്ച് ന്യൂ ബിഗിനിങ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ ലോജിക്കലി തീരുമാനങ്ങൾ എടുക്കുക. എന്താണെങ്കിലും ഇമോഷണലി അല്ലാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിലാണെങ്കിൽ കുറച്ചുകൂടെ ലോജിക്കലി പെരുമാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടുതലും ലോജിക്ക് വെച്ച് സംസാരിക്കുന്നവരായിരിക്കും. ഈവൻ ലോയലായിരിക്കും, വളരെയധികം ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. നിങ്ങളെ തന്നെ ഭയങ്കര ബെസ്റ്റ് വേർഷൻ ആവാൻ വേണ്ടിയിട്ട് മേ ബി പുഷ് ചെയ്യുന്ന ആൾക്കാരുകളും ആയിരിക്കാം. ഓക്കെ, ബട്ട് എന്താ പറയുക, ട്രസ്റ്റ്ഫുള്ളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്സ്, ട്രസ്റ്റ്ഫുള്ളാണ്, ഓണസ്റ്റ് കമ്പാനിയൻസ് ആണ്. പക്ഷെ എന്തൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഫ്രണ്ട്സായിട്ട് തല്ലൂട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ടർബുലൻറ്റ് ടൈംസിൽ നിന്ന് കുറച്ചും കൂടെ ഒരു സ്മൂത്തർ ടൈംസ് ആയിട്ട് ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും. കുറേ കൂടെ സപ്പോർട്ടീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഇതിലാണെന്നുണ്ടെങ്കിലും കുറേ ഇപ്പം മേ ബി ലോജിക് ബേസ്ഡ് സംസാരങ്ങളായതുകൊണ്ടായിരിക്കാം ഇത് ഒരു പാർട്ടി ഭയങ്കര ഇമോഷണൽ ആയിരിക്കാം, മറ്റേ ആൾ ഭയങ്കര അധികം എന്താ പറയുക ലോജിക്കലായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. സോ രണ്ടുപേരും ക്ലാഷ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ തല്ലൂട്ടങ്ങളുണ്ടായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് അതൊരു കൂടുതൽ അവർ ലോയൽ തന്നെയാണ്, അവർ കമ്പാനിയൻ വളരെയധികം ലോയൽ ആൻഡ് ട്രസ്റ്റ് വർത്തി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ്. പക്ഷെ അതൊക്കെ ശരിയാവും, ഹീലാവും, ഒരു ഷെയർഡ് ഹീലിംഗ് ഉണ്ടായിരിക്കും. രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്സിൽ ഒരു സോഫ്റ്റർ പാത്ത് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫോർ ഫാമിലി ആൻഡ് ഫ്രണ്ട്ഷിപ്സിൽ എന്താണ് വരുന്നത്? ഫാമിലി ആൻഡ് ഫ്രണ്ട്ഷിപ്സ് ഫോർ പൈൽ നമ്പർ 1. ഷോ ദ വേൾഡ് ദ റിയൽ യു. എന്താണോ നിങ്ങൾ അത് കാണിക്കാൻ ശ്രമിക്കുക, നിങ്ങളല്ലാത്തത് കാണിക്കേണ്ടതില്ല. ഓക്കെ, ദ എൻഡ് ഓഫ് നിങ്ങൾ ഇത്ര നാൾ കുറച്ച് ടഫ് സൈക്കിൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലിയിലാണെങ്കിലും കുറച്ച് ടഫ് സൈക്കിൾ പോകുന്നത്, എനിക്കിത് ഫാമിലി കാർഡായിട്ട് തോന്നുന്നത്. ഫാമിലിയിൽ കുറച്ച് ടഫായിട്ടുള്ള ഇതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ് വരികയാണ്. ഇറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ. ഓക്കെ, നിങ്ങൾക്ക് ഫാമിലി ലൈഫിൽ കുറച്ച് ടഫ് സിറ്റുവേഷൻസ് ആണെങ്കിൽ അതിൽ എൻഡിങ് വരികയാണ്. ഫാമിലി ലൈഫിലാണെങ്കിലും കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആവാൻ തുടങ്ങും. ആൻഡ് ഫ്രണ്ട്സിലാണെങ്കിൽ നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താ, ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊരു ഡിസൈർഡ് റിസൾട്ട്സിലേക്ക് മാറാൻ പറ്റും. സോ എന്തെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ തന്നെ എന്നോട് പെരുമാറണം എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അൺസേർട്ടൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽസിന് ഓപ്പൺ ആയിരിക്കുക. എന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ഇത് മാറാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് ചേഞ്ച് ആവാം, അല്ലാണ്ട് ഇങ്ങനെ തന്നെ ചേഞ്ച് ആവണം, ഇങ്ങനെ തന്നെയാണ് പെരുമാറണം എന്ന് വെക്കുമ്പോഴാണ് പ്രശ്നം. ഇത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറാം. ഫ്രണ്ട്ഷിപ്സിൽ കുറച്ച് കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഒരു ട്രസ്റ്റ് വർത്തി അല്ലാത്തതുകൊണ്ടല്ല, ഒരു ബിഹേവിയറൽ ഒപ്പീനിയൻ ഡിഫറൻസസ് ഉള്ളതുകൊണ്ടാണ്. സോ ഇത് ഒരു പാർട്ടി ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ മറ്റാൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻസ് അധികം വെക്കുന്നില്ല, അവർ ഭയങ്കര ലോജിക്കായിരിക്കും. സോ നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. ഒരു വിചാരിക്കാൻ പറ്റാത്ത പൊട്ടൻഷ്യലിലേക്ക് ഓപ്പൺ ആയിരിക്കും, എങ്ങനെ വേണമെങ്കിലും ഇത് മാറാം എന്നുള്ളൊരു വെയിറ്റ് ചെയ്യണതിന് പകരം, പാസീവ്ലി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം കുറേയും കൂടെ ഓപ്പൺ ആവാൻ ശ്രമിക്കുക. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഇത് മാറാം, അതുവരെ ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ മനസ്സിലായെന്ന് വിശ്വസിക്കണം. സോ ഇതാണ് പൈൽ നമ്പർ 1 എൻ്റെ റീഡിങ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക, എനിക്ക് കമൻറ്റ്സ് അയക്കാം. പിന്നെ പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ ഗൈഡൻസ്, കസ്റ്റം സബ്ലിമിനൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ,
പിന്നെ എൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാം. അതിൽ കുറേ മെഡിറ്റേഷൻസും ടാറോ റീഡിങ്സും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. പൈൽ നമ്പർ 2, നിങ്ങൾ ഈ കാർഡാണ് ചൂസ് ചെയ്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ലവ്, ഫാമിലി, ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് റീഡിങ് എന്തൊക്കെയാണ് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ലവ് റീഡിങ് നോക്കാം. എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻ, പേഴ്സണൽ ഹീലിങ്സ്, കസ്റ്റം സബ്ലിമിനൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാം. എക്സൈറ്റിംഗ് മെഡിറ്റേഷൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. സോ പൈൽ നമ്പർ 2, ലവ് റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുന്നത് ഫോർ പൈൽ നമ്പർ 2. Pile number 2, love reading. വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ ബ്യൂട്ടിഫുൾ ഹാർമോണിയസ് റിയൂണിയൻ വരുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർമോണിയസ് റിയൂണിയൻ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. വളരെയധികം ഒരു ലോയൽ റിലേഷൻഷിപ്പ്, ഭയങ്കര അധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇതിലിപ്പോൾ കാണുന്ന ഫെമിനിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ വളരെയധികം അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ മേ ബി കൂടുതലും ഡിവൈൻ ഫോക്കസ്ഡ് ആയിരുന്നുണ്ടായിരിക്കും ഈ കുറച്ച് ടൈമിൽ. ഡിവൈനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണ്. നിങ്ങളിലേക്ക് ഒരു ഹാർമോണിയസ് റിയൂണിയൻ ഡിവൈനായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളതിൽ ട്രസ്റ്റ് ചെയ്തു, ഇപ്രാവശ്യം ഡിവൈനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നടക്കുന്നുണ്ട്. സോ ഏതർ നിങ്ങൾക്കൊരു പ്രപ്പോസൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കറണ്ട് റിലേഷൻഷിപ്പിലൊരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. ഓക്കെ, കറണ്ട് റിലേഷൻഷിപ്പിൽ പുതിയ ബിഗിനിങ് ആയിരിക്കാം. സോ നിങ്ങളുടെ ഹാർട്ട് ഫോളോ ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, ബിക്കോസ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ. ഇപ്രാവശ്യം ഡിവൈനായിട്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഫ്രഷ് സ്റ്റാർട്ട്, ഫോളോ യുവർ ഹാർട്ട്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ചാരിസ്മ, അട്രാക്ഷനൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി വെൻ യു ആർ ഫോക്കസ്ഡ് ഓൺ ഡിവൈൻ, വെൻ യു ആർ ഫോക്കസ്ഡ് ഓൺ ഗോഡ്, യുവർ പാർട്ട്ണർ അട്രാക്ട്സ് ടു യു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് അടുക്കുമ്പോഴും മേ ബി കൂടുതലും സ്പിരിച്വൽ പ്രാക്ടീസസിലേക്ക് വന്നിട്ടുള്ളവരായിരിക്കാം, അതിൽ നിന്നൊരു ഫെയ്ത്ത് വെച്ചിട്ടുള്ളവരായിരിക്കാം. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഡിവൈൻ ഇസ് ഷൈനിങ് ബ്രൈറ്റ് ഓൺ യുവർ റിലേഷൻഷിപ്പ് ആൻഡ് ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട്. ബി കോൺഫിഡൻറ്റ്, ബി ഫെയ്ത്ത്ഫുൾ. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കാർഡ്. എന്തെങ്കിലും നോർമലി ഞാൻ ക്ലാരിറ്റി എടുക്കാണ്ട്, ബട്ട് എനിക്കിതിൽ ക്ലാരിറ്റി എടുക്കാൻ തോന്നുന്നില്ല. നമുക്ക് ന്യൂമറോളജി കാർഡ്സ് നോക്കാം. പൈൽ നമ്പർ 2 ഫോർ ലവ്. പൈൽ നമ്പർ 2 ഫോർ ലവ് എന്താണ് വരുന്നത്? പൈൽ നമ്പർ 2 ഫോർ ലവ് റിലേഷൻഷിപ്സ്. Step out of your comfort zone. Your commitment is being tested. Bring love into the situation. Have faith in your dreams. Beautiful കാർഡ്സ് എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ കാർഡ്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കംഫർട്ട് സോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ്. അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. കംഫർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് മുറിയിലിരിക്കുന്നതായിരിക്കും കംഫർട്ട് സോൺ. ഫുൾ ടൈം മുറിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതായിരിക്കും കംഫർട്ട് സോൺ. അതിൽ നിന്നൊക്കെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. എക്സ്പ്ലോർ ദ വേൾഡ്. എന്താണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. ഓവർ തിങ്കിങ് ഒക്കെ നിർത്തുക. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റിംഗ് ആണ്. ആൻഡ് ആ സിറ്റുവേഷനിൽ കൂടുതൽ ലവ് കൊണ്ടുവരാൻ നോക്കുക. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ ഫെയ്ത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ്, യൂണിവേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യും നമ്മുടെ റിലേഷൻഷിപ്പിൽ. ഇവരൊക്കെ എത്രത്തോളം പോകും എന്നറിയാൻ വേണ്ടി ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് ബീൻ ടെസ്റ്റഡ്. ബ്രിങ് ലവ് ഇൻ ടു യുവർ സിറ്റുവേഷൻ. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ ഡ്രീംസിൽ ഫെയ്ത്ത് ഉണ്ടായിരിക്കുക. ഹാവ് ഫെയ്ത്ത് ഇൻ യൂണിവേഴ്സ്. ഹാവ് ഫെയ്ത്ത്. യൂണിവേഴ്സിൻ്റെ അതിലേക്ക് സറണ്ടർ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ. ബി കോൺഫിഡൻറ്റ്. ഹാവ് ഫെയ്ത്ത്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഐഡിയാസ്, പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ പുതിയതാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ബ്യൂട്ടിഫുൾ. പോസിറ്റീവ് എനർജീസ് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഇത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. Pile number 2 messages from person. Pile number 2 messages for love from their person. കാർഡ്സ് വീണു, ഞാൻ ഒന്ന് എടുക്കട്ടെ. സി
നിങ്ങളുടെ സെപ്പറേഷൻ ഓർ എന്തോ കാര്യങ്ങൾ അവരെ ട്രിഗർ ചെയ്തിട്ടുണ്ട് ആൻഡ് അവർക്ക് നിങ്ങളുടെ വിഷൻസിലേക്ക് അവർ സ്റ്റക്കായി ഇരിക്കുകയാണ്. നിങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നൊരു വ്യക്തി. നിങ്ങളിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഡെഫിനറ്റ്ലി. ആൻഡ് അവർ നിങ്ങളുടെ വിഷൻസിലായിട്ട് തന്നെ സ്റ്റക്കായിരിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ ആയിട്ട് സ്റ്റക്കായിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു ട്രിഗറിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫോക്കസിങ് ഓൺ ദെംസെൽസ്. ഐ തിങ്ക് അവരിപ്പോൾ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് ദേ ആർ ഈറ്റിംഗ് ദെം അലൈവ്. സോ എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിച്ച് ഇസ് അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അവർ മനസ്സിലാക്കുകയാണ്. ബട്ട് ദേ ലവ് യു, ദേ ആർ സ്റ്റക്ക് ഇൻ വിഷൻസ് ഓഫ് ഫസ്റ്റ് ടുഗദർ. സോ യു നോ, നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി നോ. ഓക്കെ, ഇനി നിങ്ങളുടെ ഫാമിലി ലൈഫ് ആൻഡ് ഫാമിലി ലൈഫ് പൈൽ നമ്പർ 2 ഫാമിലി ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? പൈൽ നമ്പർ 2 ഫാമിലി ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? ഫാമിലി ലൈഫ് പൈൽ നമ്പർ 2. ഫാമിലി ലൈഫ് പൈൽ നമ്പർ 2 ഫാമിലി ലൈഫിൽ എന്താ സംഭവിക്കുന്നത്? ഈ കാർഡ് വന്നത് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്സ് ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. ആൻഡ് ഒരു ലോങ് ട്രാവൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നടക്കുന്നുണ്ട്. ആൻഡ് ഫൈനാൻസസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ. നിങ്ങൾ കൂടുതലും ഫാദർ ഫിഗേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇമോഷണലി അവൈലബിൾ ആയിരിക്കും, കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ആൻഡ് കൂടുതൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ വളരെയധികം ഫുൾഫിൽമെൻറ്റ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഓൾസോ ഇറ്റ്സ് എ വെരി ലോങ് ടേം ഭയങ്കര സെക്യൂർ ആയിരിക്കും, ഭയങ്കര സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. ലോങ് ടേമിലാണെന്നുണ്ടെങ്കിലും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ, സ്റ്റെബിലിറ്റി, ആ ഒരു ഇമോഷണൽ അവൈലബിൾനെസ്, നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, നിങ്ങളുടെ കപ്സ് ഫുൾഫിൽ ആവുക, ഡെഫിനറ്റ്ലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജീസാണ് കാണുന്നത് എല്ലാ കാർഡ്സിലും. ഇപ്പോൾ അബ്രോഡ് പോകാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ യെസ്, ഗോ, യെസ് യെസ്. സോ ഇതിൽ കൂടുതലും ഇപ്പോൾ കുറച്ച് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഭയങ്കര വേർഡ്സിൽ കൂടെ ആയിരിക്കില്ല അവർ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരായിരിക്കും എന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ പ്രൊവൈഡിങ്ങിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഒരു സ്ലോ ആൻഡ് സ്റ്റഡിയാണ് നിങ്ങളുടെ ഫൈനാൻസസ് ആയാലൊരു സ്ലോ ആൻഡ് സ്റ്റഡി ബട്ട് ലോങ് ടേമിൽ വളരെയധികം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് വളരെയധികം ലോയലായിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ് കാണുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ഫൊർഗിവ് ചെയ്യണം, ഹീൽ ചെയ്യണം, ഇമോഷണൽ റീസെറ്റ്, ഒരു റിന്യൂഡ് ലവ്, ഒരു എന്താ പറയുക, ഭയങ്കരധികം ഇമോഷണലി ഫുൾഫിൽഡ് ആവുകയെന്ന് വെച്ചാൽ ഇൻ ഓൾ വേസ് ഇമോഷണലി ഫുൾഫിൽമെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഭയങ്കര അധികം ഒരു സ്ട്രോങ് പ്രൊവൈഡർ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ. അത് ഫാദർ ഫിഗർ ആയിരിക്കാം, എൽഡർ മെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലീൻ്റെ മൊത്തം മെറ്റീരിയൽ ഗെയിൻസ് ക്യാരി ചെയ്യുന്ന ആളായിരിക്കാം. ആൻഡ് ഡെഫിനറ്റ്ലി ആൾക്ക് വളരെയധികം ഇമോഷൻസ് ഉണ്ട്, നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആൾ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫാമിലി ലൈഫിൽ നിന്ന് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും, വിഷസ് ഫുൾഫിൽഡ് ആയിരിക്കും. എന്തൊക്കെയാണോ നിങ്ങൾ ഇതിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഡെഫിനറ്റ്ലി ഫുൾഫിൽ ആവും. ബട്ട് മീൻ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, ലൈക്ക് ഒരു അപ്രൂവൽ വേണ്ടതില്ല. ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീൻ്റെ ചില കാര്യങ്ങളിൽ നിങ്ങൾ അപ്രൂവൽ വേണമെന്നില്ല അല്ലേ. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്ട്രോങ് ആയിട്ട് നിൽക്കാം, അല്ല എപ്പോഴും ഫാമിലിയുടെ അപ്രൂവൽ വേണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കുറച്ചും കൂടെ നിങ്ങളിലേക്ക് തന്നെ സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ഫാമിലി ബ്രേക്ക് ആവല്ല, കുറേ കൂടെ റീസ്ട്രക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറേയും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് ഒരു സെൽഫ് റെസ്പെക്റ്റ്, അത് ഒരു കുറച്ചും കൂടെ നിങ്ങളിലേക്ക് തന്നെ സ്ട്രോങ് ആയിരിക്കുക. സ്ലോ ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഭയങ്കര അധികം ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് ഫാമിലി ലൈഫിൽ. സോ ഇത് കുറേയും കൂടെ ലോങ് ടേം സെക്യൂർഡ് ലോങ് ടേം ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി റീഡിംഗ് ആണ്. സോ ഈവൻ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ, ഇറ്റ് വിൽ ബി ഫൈൻ, ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഫൈൻ ലോങ് ടേം. സോ ക്ലെയിം ദിസ് എനർജി. ഓക്കെ, ഈ എനർജി ക്ലെയിം ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, ഫ്രണ്ട്ഷിപ്സ് എന്നുള്ളതും കൂടെ എടുത്തിട്ട് നമുക്ക് മോണോളജി കാർഡ്സ് നോക്കാം. ഫ്രണ്ട്ഷിപ്സ് റീഡിങ് പൈൽ നമ്പർ 2 ഫ്രണ്ട്ഷിപ്സ്. എന്താണ് പൈൽ നമ്പർ 2ൻ്റെ ഫ്രണ്ട്ഷിപ്സിൽ നടക്കുന്നത്? സി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് ആയാലും ലോങ് ടേം സെക്യൂർ ആയിരിക്കും, ലോങ് ടേം കമ്മിറ്റ് ചെയ്തൊക്കെ ലോയൽ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത്, ഇമോഷണലി ഫുൾഫില്ലിങ് ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും.
1 കാർഡ്. ഇപ്പം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, ചില ഫ്രണ്ട്സൊക്കെ പണ്ട് പോയി എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കണ്ട. നിങ്ങൾക്ക് ലോയലായിട്ടുള്ള ഫ്രണ്ട്സ് എപ്പോഴും നിങ്ങളുടെ ലൈഫിലുണ്ട്. അല്ലാണ്ട് എത്ര ഫ്രണ്ട്സ് പോയി എന്നുള്ളതല്ലാണ്ട് ഉള്ള 2-3 ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അവരെ ചെറിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, ഈവൻ നിങ്ങളുടെ ലൈഫിലുള്ള 1-2 ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും പോലും അവരെ ചെറിഷ് ചെയ്യുക. ബിക്കോസ് എപ്പോഴും 10 ഫ്രണ്ട്സ് 20 ഫ്രണ്ട്സ് ഒന്നും വേണമെന്നില്ല. സ്റ്റക്ക് എനർജിയിൽ ഇരിക്കാണ്ടിരിക്കുക. ഫ്രണ്ട്ഷിപ്സിലാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ സറണ്ടർ ചെയ്യുക. പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇന്നത് തന്നെ വേണം, ഇന്നത് തന്നെ ആയിരിക്കണം. അല്ലാണ്ട് ചില കാര്യങ്ങളിൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ ശ്രമിക്കുക. ചില എൻഡിങ്സ് വരുന്നുള്ളത് പുതിയ ബിഗിനിങ്സിലേക്കാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓവർ ബേർഡൻ ക്യാരി ചെയ്യാണ്ടിരിക്കുക. ഫ്രണ്ട്ഷിപ്സിൽ ചില കാര്യങ്ങൾ റിലീസ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ചില ഫ്രണ്ട്സ് പോയി അതെന്ന് വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഇതാവേണ്ട. ബിക്കോസ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ വേണ്ട റിലേഷൻഷിപ്സ് എപ്പോഴും ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ റിലേഷൻഷിപ്സ് അവിടെ ഉണ്ട്. ബട്ട് നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി ഫ്രണ്ട്ഷിപ്സിനോടുള്ളത്. ഓക്കെ, നോളജി കാർഡ്സ് ഫോർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. ഒരു പവർഫുൾ ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലവ്ഡ് വൺസും സേഫാണ്. ഓക്കെ, എ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട്, പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ്, പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ലവ്ഡ് വൺസും നിങ്ങളും സേഫാണ്. ദേ ആർ പ്രൊട്ടക്റ്റഡ്, ലോങ് ടേം വെരി മച്ച് പ്രൊട്ടക്റ്റഡ്. ആൻഡ് ഒരു പവർഫുൾ ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുക. ഒരു പവർഫുൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓൾവേസ് ക്ലെയിം പവർഫുൾ ആൻഡ് പോസിറ്റീവ് ചേഞ്ച്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പറയാം, ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്. പൈൽ നമ്പർ 3, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് റീഡിങ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്? ലവ് ആയാലും കരിയർ ആയാലും ഫാമിലി ആയാലും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സോ പൈൽ നമ്പർ 3, എന്താണ് അവരുടെ ലവ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്? ലവ് റിലേഷൻഷിപ്പ്. പൈൽ നമ്പർ 3, ലവ് റിലേഷൻഷിപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഞാനിത് ഷഫിൾ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഈ കാർഡ് വീണിരുന്നു. സോ റിലേഷൻഷിപ്സിൽ കുറച്ച് ഇഷ്യൂസ് കാണുന്നുണ്ട്. എന്താണ് ഇഷ്യൂസ്? ഒരു സ്റ്റക്ക് എനർജി, ഇമോഷണൽ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ്, വളരെയധികം ഒരു നെഞ്ച് പൊട്ടിപ്പോയുള്ളൊരു സിറ്റുവേഷൻസ്, വളരെയധികം കുറച്ച് പെയിൻഫുൾ സിറ്റുവേഷൻസ്. അത് കാരണം നിങ്ങൾ കുറച്ച് സ്റ്റക്കായി കിടക്കുകയാണ്. ഞാൻ ക്ലാരിറ്റി കാർഡ്സ് എടുത്തപ്പോഴും കണ്ടോ, സെയിം കാർഡ്സാണ് വരുന്നത്, സെയിം കാർഡ്സ്. ഇതിലെന്താ പറയുന്നതെന്നറിയോ? ഒരു ലെസൺ ബേസ്ഡ് കണക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരു ഗ്രൗണ്ടഡ് അല്ലാത്തൊരു ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെയധികം ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് നിങ്ങൾ. ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിൽക്കുന്നതെന്ന് അറിയില്ല. ഒരു സ്റ്റക്ക് ഫീലിംഗ് ആണ്. നിങ്ങൾ മാത്രം എപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അല്ലേ? കുറേ മിക്സ്ഡ് സിഗ്നൽസ് ആയിരിക്കാം, ഇമോഷണൽ കൺഫ്യൂഷൻസ് ആയിരിക്കാം, ഭയങ്കര ഒരു ചോയ്സ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഒരു കൺട്രോളിൽ നഷ്ടപ്പെടും, ഒരു ലോസ് ഓഫ് കൺട്രോൾ പോലെ എസ്കേപ്പ് ചെയ്യുക, ഭയങ്കര അധികം ഒരു അൺഫുൾഫിൽഡ് എനർജിയാണ്. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അൺഫുൾഫിൽഡ് ആവുക എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ലെറ്റ് ഇറ്റ് ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഫുൾഫിൽഡ് അല്ല, നിങ്ങളതിൽ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ വാക്ക് അവേ. ബിക്കോസ് നിങ്ങളങ്ങനെ വാക്ക് അവേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഭയങ്കരധികം കൺഫ്യൂസ് ആൻഡ് അൺസർട്ടൺ ആണ്. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ബോധത്തിലിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, സെൽഫ് ഗിൽട്ട് ആവുക. ഈവൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചാൻസസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിച്ചിട്ട് ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുക, വിഷമിച്ചിരുന്നുകൊണ്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, വളരെയധികം ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തുകൊണ്ട് എന്നുള്ളൊരു സ്റ്റേജിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ബട്ട് നിങ്ങൾക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ തിങ്സ് ബെറ്റർ ആവും. നിങ്ങളെപ്പോഴും കാണുന്നില്ല. യൂണിവേഴ്സ് അപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ലോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എത്രത്തോളം ഇതാണെന്നുണ്ടെങ്കിൽ യു ഷുഡ്
ഹീൽ. ചില മെമ്മറീസ് ആയിരിക്കാം, ചില ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ ഹാർഡ്ഷിപ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സന്തോഷം വരുന്നുണ്ട്. ബട്ട് അതിന് നിങ്ങൾ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണം, നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം അതിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു എഫേർട്ടും ലവും കൊടുക്കുക. ബിക്കോസ് ഇപ്പോൾ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇമോഷണലി കണക്ഷനുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചൊരു ഇമോഷണൽ കണക്ഷൻ ഇപ്പോൾ കുറച്ച് സ്ലോ സ്റ്റഡിയാണ്. ബിക്കോസ് എന്തായിരിക്കും, നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തിനാ ഡിറ്റാച്ച്മെൻറ്റ്, ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കണം, ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ജേണി എവിടേക്കെങ്കിലും പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക. ബിക്കോസ് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺഫുൾഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ, ഈ കാർഡ്സ് എങ്ങനെ വരുന്നു, സോ അൺഫുൾഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ചേഞ്ച് യുവർ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് വരും. ആൻഡ് പെട്ടെന്ന് ഇപ്പോൾ ഒരു മെസ്സേജസ് വന്നൊരു ഓൺ ആൻഡ് ഓഫ് ആയി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സ്റ്റെബിലിറ്റി വേണം. സോ നിങ്ങളാദ്യം നിങ്ങളിലേക്ക് തന്നെ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണെങ്കിലും നിങ്ങളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് തന്നെ എഫേർട്സ് ഇടുക. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുക. ബിക്കോസ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. സോ നിങ്ങളുടെ ഫോക്കസ് ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഐഡിയാസിലൊന്നും നിങ്ങൾ വേറെ സംഭവത്തിലേക്ക് പോകരുത്. ബോറടിക്കുന്ന, ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും ഇപ്പോൾ കുറേ. ബിക്കോസ് നിങ്ങളിതിലേക്ക് വളരെയധികം ഒരു സ്റ്റക്ക് എനർജിയിൽ നിങ്ങൾ തന്നെയായിട്ട് പെട്ടിരിക്കുകയാണ്. ഓവർ തിങ്ക് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ മാറ്റുക, റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി വർക്ക് ഓൺ യുവർ സെൽഫ്. അതാണ് നിങ്ങൾക്കുള്ള ലവ് റിലേഷൻഷിപ്പിനുള്ള ഒരു പവർഫുൾ മെസ്സേജ്. ഡിറ്റാച്ച് ലവ് റിലേഷൻഷിപ്പുള്ള പൈൽ 3 ലവിനുള്ള ഒരു മെസ്സേജസ് പറയൂ. ഞാൻ എന്താ പറഞ്ഞത് ഞാൻ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ഞാൻ എന്താ നിങ്ങളോട് കുറച്ച് നേരത്തെ പറഞ്ഞു, യു ഷുഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ എന്തൊക്കെയാണ് പേടികളല്ലേ, വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. ലക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സൈഡിലാണ്. ഞാൻ പറഞ്ഞു, ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിവൈൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഒരു പേഴ്സണൽ ഇഷ്യൂ അത് റിസോൾവ് ആവും. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇഷ്യൂ, അത് ഉടനെ റിസോൾവ് തന്നെയാവും. ബട്ട് അതിന് നിങ്ങളുടെ ഫിയേഴ്സിൽ വർക്ക് ത്രൂ ചെയ്യണം. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി പ്രാക്ടിക്കാലിറ്റി ആയിട്ട് ബാലൻസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി സ്പിരിച്വലും കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലായിട്ട് ഇതാണ്, അതൊരു ബാലൻസിൽ കൊണ്ടുപോകുക. സ്പിരിച്വൽ പ്രാക്ടീസസ് വൺ ഹാൻഡ്, നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ടുള്ളത് ജോലിയാണെന്നുണ്ടെങ്കിലും പഠിപ്പാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അത് ഒരു ഹാൻഡ്. സോ രണ്ട് ഈക്വലായിട്ട് ബാലൻസ് കൊണ്ടുപോകാൻ പഠിക്കണം. ബിക്കോസ് ഡെഫിനറ്റ്ലി ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു പേഴ്സണൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും അത് റിസോൾവ് തന്നെയായിരിക്കും. ബട്ട് യു ഷുഡ്, ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ കംപ്ലീറ്റ്ലി അകപ്പെട്ടിരിക്കാണ്ട് ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളിലേക്ക് ഇതാവുക. ഡെഫിനറ്റ്ലി ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ലക്ക് ഇസ് ഓൺ യുവർ സൈഡ് ആൻഡ് ഡെഫിനറ്റ്ലി ഇത് വർക്ക് ഔട്ട് ആവും. ഓക്കെ, ഇനി ഫാമിലി ഫ്രണ്ട്സിനെ ഒരുമിച്ചെടുക്കാം. ഫാമിലി ആൻഡ് ഫ്രണ്ട്ഷിപ്സിൽ എന്താണ് വേണ്ട, ആദ്യം ഫാമിലി നോക്കാം. ഫാമിലി പൈൽ നമ്പർ 3 ഫാമിലിയിൽ എന്താണ് വരുന്നത്? ഫാമിലി എന്താണ് പൈൽ നമ്പർ 1 ഫാമിലി റീഡിങ്? So it's a confirmation. കുറേ കാർഡ്സ് വരുന്നുണ്ട്, ലൈക്ക് കാർഡ്സും വരുന്നുണ്ട്. വൺ ബൈ വൺ.
എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മേ ബി നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പ്രയോറിറ്റൈസിങ്, ഇത് വേണോ അത് വേണോ എന്നുള്ള ജഗ്ലിംഗ് ആയിരിക്കും. മേ ബി നിങ്ങളുടെ ലവും നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സായിട്ട് നിങ്ങൾ വളരെയധികം ഇതായിട്ട് ഫാമിലി സിറ്റുവേഷൻസിൽ നിങ്ങൾ കുറച്ച് സ്റ്റക്കാണ്, ഐസൊലേറ്റഡ് എനർജിയിലാണ്. ഓക്കെ, ഒരു വെയിറ്റിംഗ് ഫേസിലാണ് ഇതിലും കാണുന്നത്. ഒരു റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനാൻസസ് ഉണ്ട്, ഇവിടെ പ്രയോറിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ, ഇനി ഞാൻ ഏത് ചെയ്യണം, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ. ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ ഇത് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും അടുത്തത്, അങ്ങനെ ആയിട്ടുള്ളൊരു ഇമോഷണൽ റോളർ കോസ്റ്റേഴ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് കാരണമായിരിക്കാം മിക്കപ്പോഴും ഫാമിലിയിലും ഒരു ഇഷ്യൂസ് വരുന്നത്. ബട്ട് പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫാമിലിയിലായാലും നിങ്ങൾക്കുള്ള മൂവ്മെൻറ്റ്, പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു എന്താ പറയുക, മദർ എനർജി, ഒരു ലവിങ് എനർജി, ഒരു നേർച്ചറിങ് എനർജി, അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, അത് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ബട്ട് അതിലൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ടേം ആയിരിക്കും. ലോങ് ടേം ആണ്. പക്ഷെ നിങ്ങളിലേക്ക് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചില കാര്യങ്ങളിൽ സെൽഫ് വർത്ത് ഇഷ്യൂസ് ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് എവിടേക്കോ ചില കാര്യങ്ങളിൽ നിങ്ങളുടേതായിട്ട് മറന്നുപോയി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എവർ ഡിസ്റ്റൻസ് ആവും എന്നല്ല. ചിലവർക്ക് ഒരു പേടിയുണ്ട്, ഇപ്പോൾ ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് വിട്ടു പോകുമോ എന്നുള്ളത്. ഡിസ്റ്റൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോസ് ഫോണ്ടർ എന്നുള്ളൊരു കോട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. സോ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചു എന്ന് വെച്ചിട്ട്, കുറച്ച് സ്പേസ് വെച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും അത് ഡിസ്റ്റൻസ് ഫോർ എവർ ആണ് എന്നൊന്നുമില്ല. സോ പെട്ടെന്ന് എനിക്കിപ്പോൾ തന്നെ ക്ലാരിറ്റി വേണം, എനിക്കിപ്പോൾ തന്നെ ഇത് വേണം എന്നുള്ളത് ചേസ് ചെയ്യാണ്ടിരിക്കണതിന് പകരം നിങ്ങളുടെ സ്വന്തം പീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം റുട്ടീൻസായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. കമ്മ്യൂണിക്കേഷൻ തന്നെ വന്നോളും. നിങ്ങൾ ആഗ്രഹിച്ച കമ്മ്യൂണിക്കേഷൻസ് ആയാലും എന്തായാലും അത് തന്നെ വന്നോളും. നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജി ഹോൾഡ് ചെയ്ത് നിൽക്കുക. ബിക്കോസ് ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സംഭവങ്ങളും നടക്കും. ഒരു നാച്ചുറലി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആവും. ബട്ട് സ്റ്റാൻഡ് ഇൻ യുവർ വർത്ത്. നിങ്ങൾ എപ്പോൾ കാം ആവുന്നോ, ഒരു ആങ്ഷ്യസ് ആയിട്ട് തീരുമാനം എടുക്കാണ്ട് ഒരു കാം സ്റ്റേജിൽ നിന്ന് എപ്പോഴും ഡീൽ ചെയ്യാൻ ശ്രമിക്കാം കുറേ കാര്യങ്ങൾ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഫാമിലിക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഗൈഡൻസ് എന്താ? മൂണോളജി കാർഡ് നോക്കാം. ഫാമിലി, പൈൽ നമ്പർ 3, ഫാമിലിക്കുള്ള ഒരു മെസ്സേജ്. നിങ്ങൾ എത്രത്തോളം ഈ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേ ഓഫ് ആവും. സോ ഡോണ്ട് വെറി. നിങ്ങൾ ഇതിലും ജഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാവും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചില രീതിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക്. എ ടൈം ടു ഗിവ് യുവർ സെൽഫ്. ഇറ്റ്സ് എ ടൈം ടു നിങ്ങളിലേക്ക് കൊടുക്കേണ്ട ഒരു ടൈമായിട്ട് കാണാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിലുള്ള റീഡിങ് എന്താ? പൈൽ നമ്പർ 3 ഫ്രണ്ട്ഷിപ്സിന് എന്താണ് മെസ്സേജസ് ഉള്ളത്? പൈൽ നമ്പർ 3 ഫ്രണ്ട്ഷിപ്സ്. പൈൽ നമ്പർ 3 ഫ്രണ്ട്ഷിപ്സ്. Pile number 3 friendships. എല്ലാ ഇതിലും നിങ്ങൾക്ക് ഈ കാർഡ് വരുന്നുണ്ട്. എന്തിനാണ് ഇത്ര സ്റ്റക്ക് എനർജി? എന്തിനാണ് ഇത്ര വെയിറ്റിംഗ് എനർജി? എന്തിനാണ് നിങ്ങൾ തന്നെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലും ഇത് തന്നെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ കുറേ നെഗറ്റീവായിട്ട് ആലോചിച്ച് കൂട്ടുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ സെൽഫ് വർത്ത് മനസ്സിലാക്കേണ്ട ടൈം ഇരിക്കണം. കുറേ ഓവർ തിങ്കിങ് ആണ്, കുറേ വെയിറ്റിംഗ് എനർജിയാണ്, കുറേ ഒരു എന്താ പറയുക, ട്രൈ ടു ലുക്ക് ദ വേൾഡ് ഫ്രം എ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ചില ടൈമിൽ. ബിക്കോസ് നിങ്ങൾ ലോങ് ടേം ഇപ്പോഴും കാണുന്നില്ല. നിങ്ങൾ ലോങ് ടേം കാണാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില കാര്യങ്ങൾ എനിക്കത് ശരിയാവും. ചില എൻഡിങ്സ് ഉണ്ടായിരിക്കും, ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ട് കളഞ്ഞേക്കേണ്ടി വരും, അല്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ റിമൂവ് ആയിരിക്കും. അത് ലൂസ് ചെയ്യണതല്ല, ഇറ്റ്സ് മേക്കിംഗ് സ്പേസ് ഫോർ സംതിങ് ബെറ്റർ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ടുണ്ട്, ചേഞ്ച് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ജസ്റ്റിസ് ആയാലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ ഒരു
ഒരു പ്രോഗ്രസ് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ഫ്രണ്ട്ഷിപ്സിലായാലും നിങ്ങൾക്ക് മേ ബി നിങ്ങൾ കാണുന്നുള്ളൊരു രീതിക്കായിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്സിനെ കാണുന്ന വ്യൂ ചെയ്യണ ഒരു രീതിക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് ഉണ്ടാവും. ബിക്കോസ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്സിനെ കാണുന്നത് ഒരു എക്സ്പെക്റ്റേഷൻസ് ഐസ് വെച്ചിട്ടാണ്. ബട്ട് അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ കൂടെ ലവിങ് എനർജിയിലും കുറേ കൂടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ഈ എനർജി വരുന്ന കണ്ടോ. എപ്പോഴും നിങ്ങൾ സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ് മനസ്സിലാക്കാറായിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലവിങ് എനർജിയിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. കുറേ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരാൻ തുടങ്ങും. കുറേ കാര്യങ്ങളിൽ ബാലൻസ് വരാൻ തുടങ്ങും. ഫെയർനെസ് വരാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച ഫാമിലീസ് ആയാലും ലവ് ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞിട്ടും ഇതാണ് പ്രശ്നം. നെഗറ്റീവ് സെൽഫ് ടോക്ക്, നെഗറ്റീവ് ബിലീഫ്സ്, ഓവർ തിങ്കിങ്, ഇങ്ങനെ സ്റ്റക്കായി കിടക്കുക, അങ്ങനെ മാറി നിൽക്കുക. ആ ഒരു സെൽഫ് വർത്ത് ബാലൻസ് ചെയ്യുക, ലവിങ് എനർജിയിൽ കൂടെ കാണാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു പ്രോഗ്രസ് ഉണ്ടാവും. പ്രാക്ടീസ് ഹോപ്പനോപ്പനോ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഹോപ്പനോപ്പനോൻ്റെ ഒരു പുതിയ എക്സൈറ്റിംഗ് സംഭവം വരുന്നുണ്ട്. ഞാൻ വൈകാണ്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. പെട്ടെന്ന് അപ്ഡേറ്റ്സ് അവിടെ കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഒരു മൂണോളജി കാർഡും കൂടെ എടുക്കാം. മെസ്സേജസ് ഫോർ ഫ്രണ്ട്ഷിപ്സ്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം ഹൈ ആണ്. നിങ്ങളത് കെയർഫുൾ ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇമോഷൻസ് ഇതേ കാർഡിനെ വീണ്ടും വന്നു. ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക്. അവരുടെ നിന്ന് നിങ്ങൾ എനിക്ക് വേണം എന്ന് പിടിച്ച് പറ്റാണ്ട് ഇറ്റ്സ് ടൈം ഫോർ ഒരു ലവിങ് എനർജിയിൽ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ സ്വയം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് എടുത്തിട്ടില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് കോൾഡ് ടു ഡു ദാറ്റ്. ആൻഡ് ബിക്കോസ് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണുള്ളത്. അത് നിങ്ങൾ മാറ്റണം. നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ആവണം. സോ അതാണ് ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആവുമെന്ന് വിശ്വസിക്കണം. റെസനേറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. സോ നെക്സ്റ്റ് എക്സൈറ്റിംഗ് അപ്ഡേറ്റ്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഞാൻ ഇന്ന് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.